കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ശരത്ത്. ഞാൻ എടുക്കുന്നത് ഫിസിക്സ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളെ ടാലൻറ്റിൻ്റെ ഓൺലൈൻ ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ടീച്ചർ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ക്ലാസ്സുകൾ ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്കിതൊരു പുതിയ അനുഭവമാണ്, പ്രത്യേകിച്ച് ഓൺലൈനിലെ ക്ലാസ്സുകൾ നിങ്ങൾ ഒരു പുതിയ അനുഭവമായിരിക്കും എപ്പോഴും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഹയർ സെക്കൻഡറിയിൽ ഇതൊരു കോഴ്സാണല്ലോ, +1 +2 എന്ന് പറയുന്ന 2 വർഷം, ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന കോഴ്സിന്റെ 2 വർഷങ്ങളാണ്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ വർഷമാണ് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് വന്നിട്ട് നിങ്ങൾ അടുത്തൊരു കോഴ്സിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ കോഴ്സ് നന്നായി ചെയ്ത് അതിന്റെ നല്ല മാർക്കോട് കൂടിയാണ് നമ്മൾ അടുത്ത കോഴ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കോഴ്സിനെ ഞാൻ ആദ്യം ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ 10th വരെ പഠിച്ച ഒരു രീതിയോ പഠിച്ച സിലബസോ ഒന്നും അല്ല നമുക്കിനി ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇരിക്കുന്ന കുട്ടികളിൽ മലയാളം മീഡിയം കുട്ടികളുണ്ടാവും, ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് പലപ്പോഴും ഒരു പേടിയുണ്ടാവും. ഇനി അടുത്ത വർഷം 2 വർഷങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന മീഡിയത്തിലാണ്, ശരിയാണോ? കാര്യങ്ങളൊക്കെ പരീക്ഷയൊക്കെ എഴുതേണ്ടത് ഇംഗ്ലീഷിലാണ്, അങ്ങനൊരു പേടിയുണ്ടാവും. ആ പേടിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അങ്ങനെ ഭയങ്കര ഇംഗ്ലീഷൊന്നും അറിയണമെന്നില്ല ഈ പറഞ്ഞ പരീക്ഷകളൊന്നും എഴുതാൻ. പിന്നെ നമ്മൾ പഠിക്കുന്ന അനുസരിച്ച്, ഇനി അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഇംഗ്ലീഷിൽ പഠിക്കാനും എഴുതാനുമുള്ള നമ്മുടെ കഴിവിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ വർഷവും ആദ്യമായി വരുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ഭയമാണ്. അത് നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തോന്നിക്കോളും അതൊരു ഭയമല്ല, അതിങ്ങനെ മാറി മാറി വരും, നിങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സിലബസിന്റെ ഒരു ഇതാണ്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഫിസിക്സിനെ പോലെ അല്ല ഈ 2 വർഷങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ള ഫിസിക്സ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോർഷൻ കുറച്ച് കൂടുതലുണ്ട്, കുറേ പഠിക്കാനുണ്ട്. 10th ഇപ്പോൾ നമുക്കൊരു 2 മാസമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പുതുതായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്, അത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. പക്ഷേ +1ലും +2ലും അത്രയല്ല, കൂടുതൽ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പൊ ഈ കൂടുതൽ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് +1 ഫിസിക്സിൽ 15 ചാപ്റ്ററുകളാണ് മൊത്തത്തിലുള്ളത്. ഈ 15 ചാപ്റ്ററുകളെ 2 ടെക്സ്റ്റുകളിലായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. 2 പാർട്ടുണ്ട്, പാർട്ട് 1 പാർട്ട് 2, 2 ടെക്സ്റ്റാണ്. ഈ 2 ടെക്സ്റ്റിലായിട്ട് 15 ചാപ്റ്ററുകളാണുള്ളത്. ഈ 15 ചാപ്റ്ററുകളിലായിട്ടാണ് +1ൽ നമുക്ക് പഠിക്കാനുള്ള ഫിസിക്സ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 15 ചാപ്റ്ററുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 15 ചാപ്റ്ററുകളും അത്യാവശ്യം കണ്ടന്റ് ഉള്ള ചാപ്റ്ററുകളാണ്. 15 ചാപ്റ്റർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, 15 പാഠമുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്ത് പോകും, മറന്നു പോകും. അതൊരു പ്രശ്നമാണ്. അപ്പൊ ആ പ്രശ്നം നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ പരീക്ഷയെ കുറിച്ച് കൂടി ഞാൻ കുറച്ച് പറയാം. നമുക്ക് 2 വർഷം കൂടെ ആകെ 200 മാർക്കാണ് ഫിസിക്സിനുള്ളത്. ആകെ മാർക്ക് 1200 ആ 1200-ല് 200 മാർക്കാണ് നമുക്ക് ഫിസിക്സിൽ 2 വർഷവും കൂടെ വാങ്ങിക്കാനുള്ളത്. അതില് ഫസ്റ്റ് ഇയർ 60 മാർക്കിന്റെ പരീക്ഷയാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. സെക്കൻഡ് ഇയറിൽ 60 മാർക്ക്. അപ്പൊ 60 മാർക്ക് 120 മാർക്കാണ് നമ്മൾ എഴുതി മേടിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ 60 മാർക്കിന്റെ പരീക്ഷയാണുള്ളത്, സെക്കൻഡ് ഇയറിലും 60 മാർക്കിന്റെ പരീക്ഷയാണുള്ളത്. 60 120 ബാക്കി 200-ല് 80 മാർക്ക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ, നിങ്ങൾക്ക് അറിയാം, CA മാർക്ക്, കണ്ടിന്യൂസ് അസസ്മെന്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്ന CA മാർക്ക്, ടീച്ചേഴ്സ് ഇടുന്ന മാർക്കും പിന്നെ പ്രാക്ടിക്കൽ എക്സാമിനും കൂടെയാണ്. പ്രാക്ടിക്കൽ ഇതുവരെ നമ്മൾ സയൻസിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒന്നും അങ്ങനെ ലാബ് ചെയ്ത് മാർക്ക് മേടിച്ചിട്ടില്ല, കമ്പ്യൂട്ടറിനൊക്കെ ഉള്ളൂ. ഇനി മുതൽ അങ്ങനെയല്ല, ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും ഒക്കെ ലാബ് എക്സാം ഉണ്ട്. അപ്പൊ 120 കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ലാബിനും CE മാർക്കുമാണ് വരുന്നത്. ശരിയാണോ? ലാബ് എക്സാം ഒരു തവണ മാത്രമേ ഉള്ളൂ. അതായത് +1-ൽ നമുക്ക് ലാബ് എക്സാം ഇല്ല, ഫസ്റ്റ് ഇയറിൽ നമുക്ക് ലാബില്ല എന്ന് പറഞ്ഞാൽ ലാബുണ്ട്, പക്ഷെ അതിന് എക്സാം ഇല്ല.
സെക്കൻഡ് ഇയറിൽ മാത്രമേ നമുക്ക് എക്സാം ഉള്ളൂ. ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും കൂടെ എക്സാം ഒരുമിച്ചാണ് നടത്തുന്നത്. നമുക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലുമായിട്ട് 22 എക്സ്പെരിമെന്റ്സ് ആണ് പഠിക്കാനുള്ളത്. നമ്മൾ പഠിക്കുന്ന ഫിസിക്സിൽ പഠിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള എക്സ്പെരിമെന്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ 11 എക്സ്പെരിമെന്റ്സും സെക്കൻഡ് ഇയറിലെ 11 എക്സ്പെരിമെന്റ്സും, അങ്ങനെ രണ്ടും കൂടെ 22 എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ സിലബസിലുള്ളത്. ഈ ഫസ്റ്റ് ഇയറിലെ 11 എക്സ്പെരിമെന്റ്സ് ഫസ്റ്റ് ഇയറിൽ തന്നെ പലപ്പോഴും ഒക്കെ ചെയ്യും. സെക്കൻഡ് ഇയറിലും കൂടെ ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് പരീക്ഷ നടത്തുന്നത് സെക്കൻഡ് ഇയറിലാണ്. അപ്പൊ സെക്കൻഡ് ഇയറിലെ പരീക്ഷയിൽ ഈ ഫസ്റ്റ് ഇയറിലെ 11 എക്സ്പെരിമെന്റിൽ നിന്ന് ഒരെണ്ണവും സെക്കൻഡ് ഇയറിലെ 11 എക്സ്പെരിമെന്റിൽ നിന്ന് ഒരെണ്ണവും, അങ്ങനെ 2 എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പരീക്ഷയ്ക്ക് ചെയ്യേണ്ടത്. ശരിയാണ്, വളരെ എളുപ്പമുള്ള എക്സ്പെരിമെന്റുകളാണ്. അപ്പോ സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് ബിസി ആവും. കാര്യം എന്താ, സെക്കൻഡ് ഇയറിൽ നമുക്ക് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം. ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ലാബുകൾ ചെയ്ത് അതിന്റെ റഫ് റെക്കോർഡ് സൈൻ ചെയ്ത് അത് ഫെയറിലാക്കി ഫെയർ റെക്കോർഡ് ഒക്കെ എന്ത് ചെയ്യാനുണ്ട്, സൈൻ മേടിക്കാനുണ്ട്. സെക്കൻഡ് ഇയറിൽ ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എക്സാം വരും, ലാബ് എക്സാം വരും. ശരിയാണ്, ആ ലാബ് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഒക്കെയാണ്. അപ്പൊ സെക്കൻഡ് ഇയർ സാധാരണഗതിയിൽ നമ്മൾ വളരെ ബിസിയാണ് സാധാരണഗതിയിൽ. ഫസ്റ്റ് ഇയർ നമുക്ക് വളരെ റിലാക്സ് ചെയ്ത് എന്ത് ചെയ്യാം, പഠിക്കാം. ഈ 1200-ല് 540 മാർക്കാണ് നമുക്ക് ഫസ്റ്റ് ഇയറിലുള്ളത്. പ്ലസ് സെക്കൻഡ് ഇയറിൽ 660 മാർക്ക്. ഫസ്റ്റ് ഇയറിൽ 540 മാർക്കേ ഉള്ളൂ, സെക്കൻഡ് ഇയറിൽ 660 മാർക്ക് ഉണ്ട്. ശരിയാണ്, ഈ 540-ഉം 660-ഉം ചേർന്നതാണ് 1200 മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ഇയറിൽ എഴുതാൻ പോകുന്നത് 540 മാർക്കാണ്. അത് എഴുതി തന്നെ എന്ത് ചെയ്യണം, മേടിക്കണം. ഇതിൽ ലാബില്ല. 660-ൽ മാത്രമേ എന്തുള്ളൂ, ലാബുള്ളൂ. ഇതിനകത്ത് ലാബില്ല. 540 നമ്മൾ എഴുതി വാങ്ങേണ്ടുന്ന മാർക്കാണ്. ഓക്കെ, 540-ന് 540 തന്നെ മേടിക്കാൻ കഴിയും. 540-ന് 540 മാർക്ക് നമുക്ക് വാങ്ങിക്കാൻ കഴിയും, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്താൽ നമ്മൾ പഠിച്ചാൽ. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 540-ന് 540 ഫസ്റ്റ് ഇയറിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും. ഇനി ഏതെങ്കിലും വിധത്തില് നമുക്ക് 540 എന്ന് പറയുന്ന ആ ഒരു സ്കോറിൽ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ മാർക്ക് ഒരു അല്പം കുറവ് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. 3 സബ്ജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം. ഫസ്റ്റ് ഇയറിന്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് മാർക്ക് കുറവ് എന്നുള്ള തോന്നുന്ന, അല്ലെങ്കിൽ നമുക്കൊണ്ട് ഒന്നുകൂടെ എഴുതാൻ പറ്റുമെന്ന് തോന്നുന്ന സബ്ജക്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രാവശ്യം കൂടെ എഴുതാം. 3 എണ്ണമേ എഴുതാൻ പറ്റത്തുള്ളൂ. അതിൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുകയാണെങ്കിൽ ഏതാണോ കൂടുതൽ, ആ കൂടുതലുള്ള മാർക്കായിരിക്കും നമുക്ക് എടുക്കാം. അപ്പൊ ഫസ്റ്റ് ഇയറിൽ അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് നമ്മുടേതായ അല്ലാത്ത തെറ്റുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ മാർക്ക് അല്പം കുറഞ്ഞു പോയാൽ നമുക്ക് ആ പരീക്ഷ ഒന്നുകൂടി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് പരീക്ഷകളെ കുറിച്ച് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ സിലബസിന്റെ ആദ്യം ഞാൻ പറഞ്ഞു, നമുക്ക് ഫസ്റ്റ് ഇയറിൽ 15 ചാപ്റ്ററുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 15 ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ, പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നം മറന്നു പോവുക എന്നുള്ളതാണ്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ SSLC പരീക്ഷ കഴിഞ്ഞിങ്ങനെ റിസൾട്ടിനായി കാത്തിരിക്കുകയാണ്. ഈ മാസം 30-ാം തീയതി നമ്മുടെ റിസൾട്ട് വരും. ശരിയാണ്. അപ്പൊ ഈ SSLC പരീക്ഷ എഴുതിയ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒന്നുകൂടെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ എന്താണ്, ഒരുപാട് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം പഠിച്ചു പോകുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, മറന്നു പോകുന്നു എന്നുള്ളതാണ്. ആദ്യം നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകും, അവസാനം പഠിച്ചത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, ഓർമ്മ കാണും. അത് ഒരുപാട് പഠിക്കാനുള്ളപ്പോൾ സ്ഥിരമായി സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ശരിയാണ്, പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ നമ്മളിത് പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് എന്ത് കിട്ടുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ സയൻസ് സ്റ്റുഡന്റ് ആണ്. സയൻസ് എന്ന് പറയുന്ന സ്ട്രീമിന്റെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ അതിൽ പഠിക്കുന്ന ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ മാത്സ് ഉണ്ട്. മാത്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, അതിനോടൊപ്പം ഫിസിക്സിലും കെമിസ്ട്രിയിലും എന്തുണ്ട്, മാത്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഫിസിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പറയുന്നത് മാത്സിലൂടെയാണ്. ഫിസിക്സ് പഠിക്കണമെങ്കിൽ നമുക്ക് മാത്സ് അറിയണം. മാത്സ് അറിയണമെന്ന് വെച്ചാൽ ഭയങ്കര മാത്സ് അറിയണ്ട, മാത്സിന്റെ ബേസിക് ആയിട്ടുള്ള അഡിഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, അങ്ങനെയുള്ള നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള മാത്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫിസിക്സ് പഠിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഫിസിക്സ് നമ്മൾ ഒരാളോട് പറയുന്നതും മനസ്സിലാക്കിപ്പിക്കുന്നതും മാത്സിലൂടെയാണ്. അപ്പൊ നോക്കൂ, ഞാൻ പറയുന്ന കാര്യങ്ങൾ, എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു ഭാഷയിലൂടെയാണ്. ശരിയാണ്, അതിനാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സംസാരിക്കുന്നു, അത് നിങ്ങൾ കേൾക്കുന്നു, നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു ഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ശരിയാണ്. അതുപോലെ ഫിസിക്സ് എന്ന് പറയുന്ന സാധനം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ആക്ച്വലി എന്ത്, മാത്സ്.
മാത്സിലൂടെ മാത്രമേ നമുക്ക് ഫിസിക്സ് എന്ത് ചെയ്യാൻ പറ്റൂ, പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മള് 15 പാഠം ഉണ്ടെന്ന് പറഞ്ഞു. 15 പാഠം നമ്മുടെ ഫിസിക്സിന്റെ ഒക്കെ +1 ഗൈഡ്, ചില പബ്ലിക്കേഷന്റെ ഗൈഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് രാമായണത്തിന് എത്ര വലിപ്പമുണ്ട്. ശരിയാണ്. ഈ രാമായണത്തിന് എത്ര വലിപ്പമുള്ള ഫിസിക്സിന്റെ ടെക്സ്റ്റില് ഫിസിക്സ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അതൊരു ബാലരമയിൽ എത്രയേ ഉള്ളൂ. ഫിസിക്സ് എന്ന് പറയാൻ ബാലരമയിൽ എത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകളാണ്. നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത് ഡെറിവേഷനുകളാണ്. തിയറി വളരെ കുറച്ചേ ഉള്ളൂ. ശരിയാണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഡെറിവേഷനുകളാണ്. ഓക്കെ. അപ്പൊ ആ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പിലൂടെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പഠിക്കുക? ഫിസിക്സ് പഠിക്കുക. അപ്പോൾ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പിലൂടെ നമ്മൾ പഠിക്കുന്ന ഫിസിക്സ് നമ്മൾ മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്ങനെ പഠിച്ചില്ലെങ്കിൽ എഴുതി പഠിക്കുക, നിരന്തരം റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ. ഒരിക്കലും നമ്മളിത് വായിച്ച് മാത്രം പഠിക്കരുത്, കാണാതെ പഠിക്കരുത്. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷുവർ ആയിട്ട് എന്ത് ചെയ്തു പോകും? ഇത് മറന്നു പോകും. മനസ്സിലാക്കി നിരന്തരം എഴുതി റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് നിൽക്കത്തുള്ളൂ? ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു പോകും? മറന്ന് പോകും. മാത്തമാറ്റിക്കൽ സ്റ്റെപ്പിലൂടെ മാത്രമേ നമുക്കിത് പഠിക്കാൻ പറ്റത്തുള്ളൂ. മാത്സ് ആണ് ഫിസിക്സിൽ ഭൂരിഭാഗവും. ശരിയാണ്. മാത്സിലൂടെ പറഞ്ഞാലേ അല്ലെങ്കിൽ ഇക്വേഷൻസിലൂടെ ഒക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്കത് എളുപ്പം എന്ത് ചെയ്യും? മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ന്യൂട്ടന്റെ ലോ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ശരിയാണ്. ന്യൂട്ടന്റെ ഒരു ലോ ഞാൻ പറയാം. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഞാൻ പറയാം. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഞാൻ ഫിസിക്സ് ആയിട്ട് പറഞ്ഞാൽ അതിനെ മലയാളീകരിച്ച് പറയാം. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന അസന്തുലിതമായ ബാഹ്യബലം ആ വസ്തുവിന്റെ പിണ്ഡത്തിനെ ആ വസ്തുവിന്റെ പ്രവേഗ വ്യത്യാസത്തിന്റെ നിരക്ക് കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും. ഓക്കെ. ഞാൻ ഈ പറഞ്ഞ കാര്യം ആർക്കും മനസ്സിലായി കാണില്ല. ശരിയാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഫിസിക്സിനെ ഞാൻ ജസ്റ്റ് ഒരു ഇക്വേഷൻ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആക്കിയാൽ ഇത് എങ്ങനെ എഴുതാം? F=ma. ഈ F=ma ആണ് ഞാനിപ്പോ നീട്ടി വലിച്ചു പറഞ്ഞത്. F എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ്, അസന്തുലിതമായ ബാഹ്യബലം. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന എക്സ്റ്റേണൽ ഫോഴ്സ്, അസന്തുലിതമായ ബാഹ്യബലം = എന്താണ്? M, മാസ് ഓഫ് ദി ബോഡി, പിണ്ഡം എന്ന് മലയാളത്തിൽ പറയും. A, ആക്സിലറേഷൻ, ത്വരണം, പ്രവേഗ വ്യത്യാസത്തിന്റെ നിരക്ക്. F=ma. ഒരു ബോഡിയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ബോഡിയുടെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞാൽ അത് ആർക്കും എന്ത് ചെയ്യില്ല? മനസ്സിലാകും. പക്ഷെ F=ma എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. ശരിയാണ്. അപ്പൊ നമ്മൾ ഫിസിക്സിലെ പല കാര്യങ്ങളും പറയുന്നത് ഇതുപോലുള്ള മാത്തമാറ്റിക്കൽ ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് മാത്സ് എന്ന് പറയുന്നത് ഫിസിക്സിന്റെ ലാംഗ്വേജ് എന്ന് എന്ത് ചെയ്യുന്നത് പറയും. അപ്പൊ ധാരാളം ഡെറിവേഷനുകൾ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇത് എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. ശരിയാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ SSLC പരീക്ഷയിലെ ജോഗ്രഫിയിൽ പഠിച്ച, ശരിയാണോ, പല കാര്യങ്ങളും ഇപ്പോഴും ഓർത്തിരിക്കുന്ന എത്ര പേരുണ്ട്? ജോഗ്രഫിയിൽ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും അല്ലെ, ഇന്ത്യയിലെ പല സ്ഥലത്തുമായിട്ടുള്ള വിളകളെ കുറിച്ചോ അല്ലെങ്കിൽ കാറ്റിനെ കുറിച്ചോ ഒക്കെ എത്ര പേർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്? പലരും എന്തും മറന്നുപോയിട്ടുണ്ടാവും. ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങൾ എത്ര പേർക്ക് ഓർമ്മയുണ്ട്? പലരും എന്ത് ചെയ്തിട്ടുണ്ടാവും? മറന്നുപോയിട്ടുണ്ടാവും. ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ABCD അറിയാലോ, 1, 2 അറിയാലോ, A, I, E ഒക്കെ അറിയാലോ? അറിയാം. ഈ ABCDയും 1, 2 A, I, E ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് എത്ര വർഷമായി? ഏകദേശം 10-12 വർഷമായി. ശരിയാണോ? 12 വർഷം മുമ്പ് പഠിച്ച ഇതൊന്നും നിങ്ങൾ മറന്നു പോയിട്ടില്ല. പക്ഷേ 3-4 മാസം മുമ്പ് നിങ്ങൾ പഠിച്ച ജോഗ്രഫി അല്ലെങ്കിൽ ഫിസിക്സ് നിങ്ങൾ എന്ത് ചെയ്തു? മറന്ന്. വെറും 4 മാസം മുമ്പാണ് നിങ്ങൾ പരീക്ഷ എഴുതിയത്. ഈ 4 മാസം മുമ്പ് എഴുതിയ പരീക്ഷയിലെ പല കാര്യങ്ങളും നമ്മൾ മറന്നുപോയി. പക്ഷെ 12 വർഷം മുമ്പ് പഠിച്ച ABCDയോ അക്ഷരങ്ങളോ അക്കങ്ങളോ ഒന്നും നമ്മൾ എന്ത് ചെയ്ത് പോയിട്ടില്ല? മറന്ന് പോയിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇത്രയും വർഷം മുമ്പ് പഠിച്ചത് മറക്കാതിരിക്കുകയും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോവുകയും ചെയ്യുന്നതിന്റെ കാരണം എന്തായിരിക്കും? ഓക്കെ, അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. ശരിയാണോ? ഒന്ന്, നമ്മൾ പഠിച്ചത് വളരെ ഇൻട്രസ്റ്റോടുകൂടി പഠിച്ചു, അത് തുടരെ നമ്മൾ എന്ത് ചെയ്തു? ഉപയോഗിച്ചു, റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിച്ചു. മറന്നുപോയ കാര്യം നമ്മൾ അത്ര ഇൻട്രസ്റ്റോടുകൂടി അല്ല പഠിച്ചത്. ശരിയാണോ? അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തില്ല, നമ്മൾ എന്ത് ചെയ്തു? മറന്ന് പോയി.
ശരിയാണ്. നമ്മളെ കുഞ്ഞുനാളില് ടീച്ചർമാരൊക്കെ ഈ ABCD ഒക്കെ എങ്ങനെയാ പഠിപ്പിച്ചത്? A ഫോർ ആപ്പിൾ, ആപ്പിളിന്റെ പടമൊക്കെ വെച്ചിട്ട് എക്ക് ഇങ്ങനെ കളർ പെൻസിലൊക്കെ ഇട്ട് എഴുതി അഭിനയിച്ചൊക്കെ കാണിച്ചാണ് ടീച്ചർമാർ പഠിപ്പിച്ചത്. ശരിയാണോ? നമ്മൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്തു, പഠിച്ചു. നമ്മളത് സ്ഥിരം ഉപയോഗിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുവരെ അത് മറന്നുപോയി. ശരിയാണോ? ജോഗ്രഫി നമ്മൾ എങ്ങനെയാ പഠിച്ചത്? അല്ലെങ്കിൽ ഫിസിക്സ് എങ്ങനെയാ നമ്മൾ പഠിച്ചത്? അല്ലെ സാറിന്റെ അടി കൊള്ളും, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചതിന്റെ അന്നെടുത്ത് കളഞ്ഞതാണ്. പിന്നെ തുറന്നേ നോക്കിയിട്ടില്ല. അതിന്റെ ആവശ്യം നമുക്ക് ഇല്ല. അതുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്തു, മറന്ന്. ശരിയാണ്. അപ്പൊ നമ്മൾ എന്ത് പഠിക്കുന്നു, ആ പഠിക്കുന്ന കാര്യത്തിനോട് നമുക്ക് എന്ത് വേണം? ഒരു ഇൻട്രസ്റ്റ് വേണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻട്രസ്റ്റോട് കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്തു പോകും, മറന്നു പോകും. അല്ലെ? പല പാട്ടുകളുടെയും ലൈൻസ് നമുക്കറിയാം. അതിന്റെ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം കിട്ടിയാൽ മതി, നമ്മൾ ആ ലൈൻസ് ഓർത്തെടുക്കും. കാര്യം എന്താ? നമുക്ക് അതിനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ശരിയാണ്. നമ്മൾ പഠിക്കുന്ന കാര്യത്തിന് ആദ്യം ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുക, ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്. മറ്റൊന്ന് റിപ്പീറ്റ് ചെയ്യുക. പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നിങ്ങളുടെ സബ്ജക്റ്റിനകത്ത് ഇപ്പൊ ഫിസിക്സ് ആയാലും ജോഗ്രഫി ആയാലും ഹിസ്റ്ററി ആയാലും ഏതോ ആവട്ടെ, അതിന്റെ ആദ്യത്തെ ചാപ്റ്ററുകൾ, ആ ടെക്സ്റ്റിലെ ആദ്യത്തെ ചാപ്റ്ററുകൾ ഫൈനൽ പരീക്ഷയ്ക്ക് ഒന്നുകൂടെ പഠിച്ചെടുക്കാൻ നമുക്ക് കുറച്ച് സമയം മതിയാവും. ഇപ്പൊ ഫിസിക്സിലെ ആദ്യത്തെ പാഠം പരീക്ഷയ്ക്ക് ഒന്നുകൂടെ പഠിക്കാനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ, സ്റ്റഡി ലീവിന് എടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് പഠിച്ചു തീർക്കും. ശരിയാണ്. പക്ഷെ അവസാനത്തെ പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് കൂടുതൽ സമയം എന്ത് ചെയ്യും, എടുക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യത്തെ പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് കുറച്ച് സമയം മതി. ആദ്യം പഠിക്കാനല്ല, അവസാനമാണ്. ആദ്യം പഠിച്ചതിന് ശേഷം പിന്നീട് അവസാന എക്സാം ടൈമിൽ ഒന്നുകൂടെ നോക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം മതി. നമ്മൾ ആ ജസ്റ്റ് നോട്ട് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം അറിയാം. നമ്മൾ പെട്ടെന്ന് മറിച്ച് എന്ത് ചെയ്യും, പോകും. പക്ഷെ അവസാനം വരുന്ന ചാപ്റ്ററുകൾ ഓർത്തെടുക്കാൻ വീണ്ടും നമ്മൾ കൂടുതൽ സമയം എന്ത് ചെയ്യുന്നു, എടുക്കും. എന്തുകൊണ്ടാണ് ഈ സമയ വ്യത്യാസം ഉണ്ടാവുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടെന്നാൽ ഈ ആദ്യത്തെ പാഠം നമ്മൾ വെക്കേഷനെ പഠിച്ച് ട്യൂഷൻ സെന്ററിൽ നമ്മൾ വെക്കേഷൻ ടെസ്റ്റ് എഴുതി, സ്കൂളിൽ പോയി വീണ്ടും പഠിച്ച്, സ്കൂളിൽ ടെസ്റ്റ് പേപ്പർ എഴുതി, ഓണപരീക്ഷയ്ക്ക് എഴുതി, ട്യൂഷൻ സെന്ററിൽ സ്കൂളിലൊക്കെ ഓണപരീക്ഷയ്ക്ക് എഴുതി, ക്രിസ്മസ് പരീക്ഷയ്ക്ക് എഴുതി. ഈ ആദ്യത്തെ പാഠങ്ങൾ ഒരുപാട് തവണ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടി, പല പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്തു, പഠിച്ചു. അതേസമയം അവസാനം വരുമ്പോഴത്തേക്ക് ഈ പരീക്ഷകളുടെ എണ്ണം കുറഞ്ഞു വരുമ്പോൾ, പഠിക്കുന്ന തവണകളുടെ എണ്ണം കുറഞ്ഞു വരുമ്പോൾ നമ്മൾ കുറച്ച് തവണ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അതൊക്കെ പഠിച്ചിട്ടുള്ളൂ. ലാസ്റ്റ് പാഠങ്ങൾ പലതും പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. സോ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളൊരു ടോപ്പിക്ക് എത്ര തവണ കൂടുതൽ പഠിക്കുന്നോ അത്രയും നന്നായി നമ്മളത് എന്ത് ചെയ്യും, ഓർത്തിരിക്കും. ശരിയാണ്. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ മാത്രമല്ല, 1 മുതൽ 15 വരെയുള്ള എല്ലാ ചാപ്റ്ററുകളും ഒരുപോലെ നമ്മൾ ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പരീക്ഷ എന്ത് ചെയ്യാൻ പറ്റൂ, എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 1 മുതൽ 15 വരെയുള്ള പാഠങ്ങൾ നന്നായി ഓർത്തിരിക്കണമെങ്കിൽ ഇത് പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, റിപ്പീറ്റ് ചെയ്യുക, ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മറന്നുപോകും. മറവി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ആർക്കും ഭയങ്കരമായിട്ടുള്ള മെമ്മറി പവർ ഒന്നുമില്ല. എല്ലാവരും നമ്മളിപ്പോ ഇന്നൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരാഴ്ച, അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മറന്നുപോകും. അപ്പൊ ആ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മറന്നു പോവാതിരിക്കണമെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ ഒരു 3-4 തവണ റിപ്പീറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളത് മറന്നു പോവില്ല. മറന്നു പോയാലും നമുക്ക് ഒറ്റ പ്രാവശ്യം നോക്കുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യും, മനസ്സിലാവും. നമ്മൾ ഒരുപാട് സമയം അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. അപ്പോ സയൻസ് നിങ്ങളിപ്പോൾ ഓൾറെഡി എടുത്തിരിക്കുകയാണ്, സയൻസ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സയൻസ് എടുത്ത നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് നല്ലൊരു ചോയ്സാണ്. സയൻസ് എന്ന് പറയുന്ന സ്ട്രീം വളരെ നല്ലൊരു ചോയ്സാണ്. പക്ഷെ നല്ല ചോയ്സ് ആയതുകൊണ്ട് മാത്രം പോരാ, എടുത്ത കാര്യം വളരെ നന്നായിട്ട് പഠിക്കാൻ നമ്മളെ കൊണ്ട് ആകണം. ശരിയാണോ? നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു പ്രത്യേക സ്ട്രീമായി പഠിച്ചില്ല. ഹിസ്റ്ററിയും ജോഗ്രഫിയും സയൻസും കെമിസ്ട്രി എല്ലാം കൂടെ മിക്സ് ചെയ്താണ് പഠിച്ചത്. പക്ഷെ ഇനി നമ്മൾ അങ്ങനെയല്ല, നമ്മൾ വ്യത്യസ്ത വഴിയിലേക്ക് പോവാം. അപ്പൊ സയൻസ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള സ്ട്രീമുകൾ പഠിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിലൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ശരിയാണോ? മനസ്സിലാക്കി പഠിക്കുക, ഇൻട്രസ്റ്റോടുകൂടി പഠിക്കുക. ശരിയാണോ? പഠിച്ച കാര്യം റിപ്പീറ്റ് ചെയ്യുക. കാര്യം ഞാൻ പറഞ്ഞു, ഫിസിക്സിലേക്ക് ഒരുപാട് മാത്സ് ആണ് വരുന്നത്. ഇതൊന്നും ഒരിക്കലും നമുക്ക് കാണാപ്പാഠം പഠിക്കാൻ പറ്റില്ല. എന്നാൽ കാണാപ്പാഠം പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ കാണാപ്പാഠം പഠിക്കാനുണ്ട്. ചില വാല്യൂസ് നമുക്ക് കാണാപ്പാഠം പഠിക്കേണ്ടി വരും, ചില ഇക്വേഷൻസ് നമുക്ക് കാണാപ്പാഠം പഠിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് ഡെറിവേഷനുകളൊന്നും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, കാണാപ്പാഠം പഠിക്കരുത്. കാണാപ്പാഠം പഠിക്കേണ്ടുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട്, അത് ബൈ ഹാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ നിരന്തരം എഴുതി എന്ത് ചെയ്യുക, പഠിക്കുക. അത് സയൻസ് പഠിക്കുന്ന കുട്ടികളുടെ ഒരു അപ്രോച്ചാണ്. ശരിയാണ്. അവരെപ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിക്കുക. ഓക്കെ. ചോദ്യങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ചോദ്യങ്ങൾ സ്വന്തമായി ചോദിച്ച് അതിന് ഉത്തരങ്ങൾ കണ്ടെത്തി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്.
അപ്പൊ ഈ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ 1200 ഉണ്ടല്ലോ, ആ 1200 നമ്മുടെ പോക്കറ്റിലിരിക്കും. 1200 തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേടിക്കാൻ പറ്റും. ശരിയാണോ? നമുക്ക് നമ്മുടെ ചുറ്റാകെയുള്ള 3-4 സ്കൂളിലെ കുട്ടികളെ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ, നമുക്ക് പരിചയം കാണും. പക്ഷെ നമ്മൾ മത്സരിക്കുന്നത് ഒരുപാട് കുട്ടികളോടാണ്, പുറത്തുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അത് നമ്മളെക്കാളും മിടുക്കരായിട്ടുള്ള കുട്ടികളുണ്ടാവും, നമ്മളോടൊപ്പം പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ഇവരുമൊക്കെ ആയിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്? മത്സരിക്കാൻ പോകുന്നത്. ഇപ്പൊ 10th നിന്ന് 11th +1 അഡ്മിഷൻ വളരെ എളുപ്പമാണ്, എല്ലാവർക്കും എന്ത് ചെയ്യാൻ. പക്ഷെ ഇവിടെ അടുത്തുള്ള സ്കൂളിലൊക്കെ ഉള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ള അഡ്മിഷനാണ് നമ്മൾ മൊത്തത്തിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഉള്ള കുട്ടികളോട് എന്ത് ചെയ്യുന്നത്? മത്സരിക്കേണ്ടത്. ഈവൻ പുറം രാജ്യത്തു നിന്നുള്ള കുട്ടികൾ വരും നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നത്. അപ്പൊ ഇവരുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മത്സരിക്കേണ്ടത്. അങ്ങനെ മത്സരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? മെറിറ്റ് വേണം, മാർക്ക് വേണം. ആ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഭയങ്കരമായ മത്സരമാണ് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. ശരിയാണ്. ധാരാളം മിടുക്കരായിട്ടുള്ള നിങ്ങളെ പോലുള്ള കുട്ടികൾ പുറത്തുമുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വേണം. അപ്പൊ എന്റെ ഫ്രണ്ടിനെ മാത്രം വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ശരിയാണ്. എന്റെ ഫ്രണ്ടിന് ഇത്ര മാർക്കേ ഉള്ളൂ, അപ്പൊ എനിക്ക് ഇത്ര മാർക്ക് മതിയല്ലോ എന്നൊരിക്കലും കമ്പയർ ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം, അതിസമർത്ഥരായ കുറെ കുട്ടികൾ എന്തുണ്ട്? പുറത്ത് നമ്മളോട് മത്സരിക്കാൻ കാത്തിരിക്കുകയാണ്. അവരുമായിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? കോമ്പീറ്റ് ചെയ്യേണ്ടത്. ആ ഒരു ചിന്ത എപ്പോഴും എന്ത് ചെയ്യണം? വേണം. ശരിയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വർഷം ഇതുവരെ നോക്കൂ, നമ്മളൊരു മുതിർന്ന കുട്ടിയായി ഏകദേശം. ശരിയാണോ? 15 വയസ്സ് അല്ലെങ്കിൽ 16 വയസ്സൊക്കെ ആയി. ഇനി ഒരു 18 വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാൻ കഴിയും. ശരിയാണോ? വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഭരിക്കുന്ന ആളെ തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് തരികയാണ് ഗവൺമെന്റ്. അങ്ങനെ തരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു പക്വത എത്തിയെന്നാണ് ഗവൺമെന്റ് വിചാരിക്കുന്നത്, അല്ലെ? നിങ്ങൾക്ക് അതില്ലെങ്കിലും അങ്ങനെയാണ് ഗവൺമെന്റ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് 18 വയസ്സിൽ വോട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോ നമുക്ക് സ്വന്തമായിട്ടൊരു നിലപാട് വേണം, നമുക്കൊരു ക്യാരക്ടർ വേണം. ശരിയാണ്. പാരന്റ്സ് പറഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞാൽ മാത്രമേ നമ്മൾ പഠിക്കൂ എന്നുള്ളൊരു ധാരണ മാറ്റുക. നമുക്ക് ഒരു ഗോൾ വേണം, ഒരു അൾട്ടിമേറ്റ് എയിം വേണം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പലർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. ശരിയാണ്. സ്ഥിരം ഞാൻ സാധാരണഗതിയിൽ ഈ +1 ക്ലാസ്സിൽ ആദ്യമായിട്ട് കയറുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സയൻസ് ക്ലാസ്സിൽ കയറുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്തിനാണ് സയൻസ് എടുത്തത്? ശരിയാണോ? അതില് ഭൂരിഭാഗം കുട്ടികളും പറയുന്ന ഉത്തരം വളരെ തമാശയാണ്. ശരിയാണോ? എന്റെ ചേച്ചി സയൻസ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ സയൻസ്. അല്ലെങ്കിൽ എന്റെ ചേട്ടൻ സയൻസ് എടുത്തു, അതുകൊണ്ട് ഞാൻ സയൻസ്. എന്റെ ഫ്രണ്ട് സയൻസ് എടുത്തു, അതുകൊണ്ട് ഞാൻ സയൻസ് എടുത്തു. എന്റെ വീട്ടിനടുത്തുള്ള ചേട്ടൻ സയൻസ് ആണ്, അതുകൊണ്ട് ഞാൻ സയൻസ് എടുത്തു. ചിലർ പറയും എല്ലാവരും സയൻസ് ആണല്ലോ എടുക്കുന്നത്, അതുകൊണ്ട് ഞാനും സയൻസ് എടുത്തു. അങ്ങനെയാണോ നമ്മൾ സയൻസ് ഗ്രൂപ്പ് എടുക്കേണ്ടത്? സയൻസ് ഗ്രൂപ്പ് എല്ലാവരും എടുത്തുകൊണ്ട് ഞാനും എടുത്തു അങ്ങനെയാണോ? അല്ലെങ്കിൽ എന്റെ ചേട്ടൻ എടുത്തുകൊണ്ട് ഞാൻ എടുത്തു അങ്ങനെയാണോ? ഒരിക്കലും അല്ല. സയൻസ് ഗ്രൂപ്പ് എടുക്കുന്നതിനൊരു ലക്ഷ്യം വേണം, വേണ്ടേ? ശരിയാണ്. എന്തുകൊണ്ടാണ് സയൻസിന് ഇത്രയും ഡിമാൻഡ് വരുന്നത്? ബാക്കിയൊന്നും ഡിമാൻഡ് ഇല്ല എന്നല്ല, ഹ്യൂമാനിറ്റീസിനും കൊമേഴ്സിനും ഒക്കെ അതിന്റേതായിട്ടുള്ള ഡിമാൻഡുകളുണ്ട്. അതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. സയൻസ് പഠിക്കുന്നതല്ല ബുദ്ധിമുട്ട്, ബാക്കിയെല്ലാം എളുപ്പമെന്ന് അങ്ങനെ ഒരു ധാരണ. എല്ലാം പഠിക്കാൻ അതിന്റേതായിട്ടുള്ള എന്തുണ്ട്? ബുദ്ധിമുട്ട്. പക്ഷെ സയൻസിന് ഇത്രയും ഡിമാൻഡ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ കോഴ്സ് കഴിഞ്ഞ്, ഈ 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് വഴികളുണ്ട്, പല കോഴ്സുകളിലേക്ക് പോകാൻ നമുക്ക് പറ്റും. ശരിയാണ്. അതിൽ കൂടുതൽ വഴികൾ ഉള്ളത് സയൻസ് പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ബാക്കി 2 സ്ട്രീമിനേക്കാളും സയൻസ് പഠിച്ച് ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് ഒരുപാട് വഴികൾ തുറന്ന് കിട്ടും, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. മറ്റു 2 സ്ട്രീമുകളിലും ഇല്ലാത്തത്ര വഴികൾ, അതിന്റെ ഒരു 3 ഇരട്ടി വഴികൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. ശരിയാണ്. വഴികളുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് പോകാനും എളുപ്പമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഇത്ര ഡിമാൻഡ്. ശരിയാണ്. അപ്പൊ ആദ്യം നമ്മൾ പോവേണ്ടുന്ന സ്ഥലം എന്ത് ചെയ്യുക? നിശ്ചയിക്കുക. അപ്പൊ നമ്മൾ സ്കൂളിൽ പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ലക്ഷ്യമില്ലാതല്ലോ പോകുന്നത്. ബസ് സ്റ്റാൻഡിൽ നിന്നോ ഇന്ന് സ്കൂളിൽ പോകാനുകൊണ്ട് അങ്ങനെ അല്ലല്ലോ പോകുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ട്. ഇത്ര സമയത്ത് ബസ് വരും, ആ ബസ്സിൽ കയറുന്നു, ഇപ്പൊ ഈ സമയത്ത് അവിടെ ഇറങ്ങുന്നു, സ്കൂളിലെത്തുന്നു. നമ്മൾ കൃത്യമായ പ്ലാനോട് കൂടിയാണ് പോകുന്നത്. ശരിയാണ്. അപ്പൊ പഠിക്കുമ്പോഴും ആ ഒരു പ്ലാൻ വേണം. നമ്മൾ എങ്ങോട്ടാണ് പഠിച്ചു പോകുന്നത്, എന്തിലേക്കാണ് ഞാൻ പഠിക്കേണ്ടത്, ആ ഒരു കൃത്യമായിട്ടുള്ള ബോധം നമുക്ക് വേണം. ആ ബോധത്തോടു കൂടി, ആ ഒരു എയിമോട് കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? സക്സസ് ആവാൻ കഴിയത്തുള്ളൂ. ഒരു ലക്ഷ്യവും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റില്ല. നമ്മൾ എത്തുന്ന സ്ഥലമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് കരുതാൻ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത് വിചാരിക്കും. ഓക്കെ. സോ ബി സിസ്റ്റമാറ്റിക്. നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കണം? സിസ്റ്റമാറ്റിക് ആയിരിക്കണം. നമുക്കൊരു എയിം വേണം. ആ എയിമിലൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? പോകാം. ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആ സിലബസിലേക്ക് കുറച്ചും കൂടി ഓക്കെ.
ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആ സിലബസിലേക്ക് പോവാം. എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പഠിക്കാനിരിക്കുമ്പോൾ ഉള്ള ചില ബുദ്ധിമുട്ടുകളാണ്. ഓക്കെ, നമ്മളിപ്പോൾ എത്രയൊക്കെ പഠിക്കാൻ ഇരുന്നാലും ചില പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. ഓക്കെ, അതിന് 1-2 എക്സാമ്പിളുകൾ കൂടി ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ സ്റ്റഡി ലീവിന് ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയാം, നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വീട്ടിലെ TV-യിൽ അല്ലെങ്കിൽ ചാനലിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയായിരിക്കും അപ്പോൾ വരിക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്റ്റഡി ലീവിനാണ് ചാനലുകളിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ എന്ത് ചെയ്യുക, അവര് ഇടും. അല്ലെ, അതുവരെ നമ്മൾ വെറുതെ വീട്ടിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും അവർക്ക് ആ സിനിമ ഇടാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും പഠിക്കാനിരിക്കുമ്പോ, സ്റ്റഡി ലീവിനിരിക്കുമ്പോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ചാനലിൽ എന്ത് ചെയ്യും, വരും. ശരിയല്ലേ? അതുപോലെ അതുവരെ നമ്മുടെ വീട്ടിലേക്ക് വരാത്ത ബന്ധുക്കൾ അപ്പോഴായിരിക്കും വരിക. നമ്മൾ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിന്റെ കല്യാണം അപ്പോഴായിരിക്കും. നമ്മുടെ ഏറ്റവും അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവം എന്തായിരിക്കും, അപ്പോഴായിരിക്കും. പല പാട്ടുകൾക്കും അത്രയും മനോഹരമാണ് എന്ന് നമുക്ക് തോന്നുന്നത് അപ്പോഴായിരിക്കും. പല പാട്ടുകളും ശ്രദ്ധിക്കുന്നത് നമ്മൾ എന്തായിരിക്കും, അപ്പോഴായിരിക്കും. ശരിയല്ലേ? പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനായിട്ട് രാവിലെ എണീക്കുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്നത്. പരീക്ഷ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, രാവിലെ 4 മണിക്ക് എണീച്ചാലും ഇങ്ങനെ കണ്ണുമിഴിച്ചിരിക്കും. രാത്രി 11 മണിയായാലും നമ്മൾ എന്ത് ചെയ്യില്ല, ഉറങ്ങില്ല. 12 മണിയായാലും നമ്മൾ എന്ത് ചെയ്യില്ല, ഉറങ്ങില്ല. പക്ഷേ പരീക്ഷാ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് 8 മണിക്കേ എന്ത് ചെയ്യും, ക്ഷീണം വരും, ഉറക്കം വരും. ശരിയാണ്. സോ ഇതെല്ലാം നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിജീവിക്കുക. അല്ലെ, ഇങ്ങനെ എല്ലാവർക്കും വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓവർകം ചെയ്യും. ചാനലിൽ സിനിമ ഇനിയും വരും, ബന്ധു ഇനിയും വരും. ശരിയാണോ? ഉത്സവം അടുത്ത വർഷവും ഉണ്ട്. ഇതൊക്കെ ഓവർകം ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാൻ. അപ്പൊ ഇതൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ എന്ത് വേണം, കൃത്യമായ ലക്ഷ്യം വേണം. നമ്മൾ എവിടെ എത്തുന്നു എന്നുള്ളൊരു കൃത്യമായ ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റൂ, ഓവർകം ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഇതിനോട് എന്ത് ചെയ്യും, അടിപ്പെട്ടു പോകും. ശരിയാണ്. പലരും പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കലണ്ടറിലൊക്കെ എഴുതിയിടും. ശരിയാണോ? ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ ഫിസിക്സ്, ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ കെമിസ്ട്രി, ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ ബയോളജി. ശരിയാണോ? ഈ ഡേറ്റുകളൊന്നും എന്ത് ചെയ്യില്ല, നടക്കില്ല. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഡേറ്റുകൾ വീണ്ടും മാറ്റും, അല്ലെ, വീണ്ടും മാറ്റും. ഇങ്ങനെ മാറ്റി 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 അവസാനം 1-2 ദിവസം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ വരിക. പലർക്കും സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്ന ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചതിനേക്കാളും കുറെ കൂടെ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, പഠിക്കാമായിരുന്നു. ശരിയല്ലേ? അങ്ങനെ. പക്ഷെ അത് പരീക്ഷ കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? പരീക്ഷ കഴിഞ്ഞിട്ട് അങ്ങനെ തോന്നിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, പലരും പരീക്ഷയ്ക്ക് പോകുന്നതൊക്കെ ഭയങ്കര തമാശയാണ്. അതുവരെ ഒന്നും പഠിക്കാതെ പരീക്ഷയുടെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് ഭക്ഷണവും ഉറക്കവും ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യും, ഭൂമി കയറി ഇരുന്ന് അങ്ങ് കാണാതെ പഠിത്തമാണ്. ശരിയാണോ? എപ്പോഴും പഠിത്തമാണ്, ഉറക്കമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. എന്നിട്ട് പരീക്ഷ ഇരുന്ന് രാവിലെ എന്ത് ചെയ്യും, ഇങ്ങനെ പോകും. ബസ്സിൽ കയറുമ്പോൾ അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരൊന്നും വിളിച്ചാൽ നമ്മൾ എന്ത് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല. കാര്യം തല അനങ്ങി അപ്പം എന്ത് ചെയ്യും, പഠിച്ച മറന്നു. തലേന്നും അനക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ്സിലേക്ക് പോകുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു. ശരിയാണോ? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് നമുക്ക് തോന്നുന്നത് എന്താണോ അതൊക്കെ എന്ത് ചെയ്യുന്നു, വലിയ വരും. ക്ലാസ്സിനകത്തോട്ട് കയറുന്ന സമയത്ത് നമ്മൾ എന്ത് പഠിച്ചു നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്നും ഓർമ്മയില്ല, ശൂന്യം. പലരുടെയും എക്സാമിന്റെ അനുഭവം ഇതാണ്. ശരിയാണ്. ഇങ്ങനെയാണോ നമ്മൾ എക്സാമിന് പോകേണ്ടത്? ഒരിക്കലും ഇങ്ങനെയല്ല എക്സാമിന് പോകേണ്ടത്. എക്സാമിന്റെ തലേദിവസം നമ്മൾ വളരെ റിലാക്സ് ചെയ്ത് നല്ല ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് ഉറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. പക്ഷെ നമുക്ക് ആ പലർക്കും അത് സാധിക്കാറില്ല. കാര്യം എന്താ അങ്ങനെ സാധിക്കാറില്ല? നമ്മൾ സമയത്ത് പഠിച്ചു തീർന്നില്ല. എന്തുകൊണ്ട് നമ്മൾ സമയത്ത് പഠിച്ചു തീർന്നില്ല? നമ്മുടെ പ്ലാനിങ് നടന്നില്ല, നമുക്ക് പ്ലാനിങ് ഇല്ലായിരുന്നു. സോ വി നീഡ് എ ഗുഡ് പ്ലാനിങ്, എ സിസ്റ്റമാറ്റിക് പ്ലാനിങ്. ഓക്കെ, ആ സിസ്റ്റമാറ്റിക് പ്ലാനിങ് തരാൻ നമുക്ക് സാധിക്കും. സോ നമ്മൾ തരുന്ന സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങിലൂടെ നിങ്ങളൊന്ന് വന്നാൽ മതി. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ടീച്ചേഴ്സ് ഉണ്ട്. ശരിയാണോ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാൻ ടീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നില്ല കേട്ടോ. ഇതെല്ലാം ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ്. ഞാനൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. നമ്മൾ കാണുന്നവരാ, ഒരുപാട് കുട്ടികളെ നമ്മൾ കാണുന്നവരാ. ശരിയാണോ? അപ്പൊ 10th നല്ല മാർക്ക് വാങ്ങി വന്നിട്ട് മോശം സ്കോറോടുകൂടി ഇറങ്ങി പോകുന്നവരുണ്ട്. കുറഞ്ഞ മാർക്ക് വാങ്ങിയിട്ട് നല്ല സ്കോറോടുകൂടി ഇറങ്ങി പോകുന്നവരുണ്ട്. ശരിയാണോ? ഈ 30-ാം തീയതി നിങ്ങളുടെ റിസൾട്ട് വരും. ശരിയാണോ? ഞാനൊരു വാർണിംഗ് തരുകയാണ്. നിങ്ങളിൽ പലർക്കും അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാർക്കും ഇപ്പോൾ 10A+ കിട്ടുമെന്ന് വിചാരിക്കുക. 10A+ കിട്ടും, എല്ലാവർക്കും കിട്ടുമല്ലോ. എല്ലാവരും എടുക്കലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ A+ കിട്ടും. ശരിയാണ്. നിങ്ങളുടെ ഫോട്ടോ പത്രങ്ങളിൽ വരും.
ശരിയല്ലേ? സ്കൂളിൽ വലിയ ബാനറുകൾ എന്ത് ചെയ്യും, അടിച്ചു വെക്കും. നിങ്ങൾ പഠിച്ച ട്യൂഷൻ സെന്റർ വലിയ ബോർഡിൽ എന്ത് ചെയ്യും, എഴുതി വെക്കും. നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങളുടെ ഫോട്ടോയിലായിരിക്കും. തെങ്ങിന്റെ മുകളിൽ ഫോട്ടോ, കടയുടെ മുകളിൽ ഫോട്ടോ, ബസ് സ്റ്റോപ്പിൽ ഫോട്ടോ, പത്രത്തിൽ ഫോട്ടോ, എവിടെയും ഫോട്ടോ. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫംഗ്ഷനൊക്കെ പങ്കെടുക്കുമ്പോഴോ എല്ലാവരും നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ദോ പോകുന്നു 10+, ദോ പോകുന്നു 10+, ആ കുട്ടി 10+ ആണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് സ്വീകരണത്തിന്റെ പൊടിപൂരമായിരിക്കും. ശരിയാണോ? റെസിഡൻസ് അസോസിയേഷൻ വക സ്വീകരണം, ക്ലബിന്റെ വക സ്വീകരണം, ഓണത്തിന് സ്വീകരണം, ക്രിസ്മസിന് സ്വീകരണം, നിങ്ങളിങ്ങനെ ഓടി നടന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ മൊമെന്റോസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ശരിയല്ലേ? ചിലരെങ്കിലും ഈ ഒരു കാര്യത്തില് ഇരുന്ന് നമ്മളെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് അടുത്തത്തിൽ നിന്ന് എന്ത് ചെയ്യും, വ്യതിചലിക്കും. ശരിയാണോ? നമ്മളെന്തോ ഭയങ്കര സംഭവമാണ് അല്ലെ? നമുക്കെല്ലാം അറിയാം, ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി, മനസ്സിലാവും, സാറ് പറഞ്ഞൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, അവസാനം പഠിച്ചാൽ മതി, നിങ്ങൾ തകർക്കും, നല്ല മാർക്ക് മേടിക്കുന്നുകൊണ്ടിരിക്കും. ശരിയാണോ? ഈ ധാരണ വളരെ തെറ്റാണ്. 10th മാർക്ക് എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നും അല്ല. നിങ്ങൾക്ക് +1 അഡ്മിഷൻ കിട്ടാന്നുള്ള അല്ലാതെ ആ മാർക്ക് കൊണ്ട് വേറെ യാതൊരു പ്രയോജനവും ഇല്ല. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് +1 അഡ്മിഷൻ മേടിക്കാം, അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. നിങ്ങളുടെ അഡ്രസ്സ് തെളിയിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജാതി തെളിയിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനൊക്കെ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാനുള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ വർഷമാണ്, ഈ 2 വർഷങ്ങളാണ്. +2 ആണ് ഇപ്പോൾ ഏറ്റവും ബേസ്. 10th അല്ല ബേസ്, +2 ആണ് ബേസ്. അപ്പൊ അവിടെ സ്കോർ ചെയ്യും. നിങ്ങൾ 10th ക്ലാസ്സിൽ എത്ര A+ മേടിച്ചു എന്നുള്ളത് അപ്രസക്തമാണ്. നിങ്ങൾ 10 A+ കിട്ടിയെങ്കിൽ, 10 A+ കിട്ടിയെങ്കിൽ വളരെ നല്ല കാര്യം, നിങ്ങൾ കയ്യിൽ വെച്ചേക്കും. പക്ഷേ അതാണ് വലിയ കാര്യമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് മാത്രമാണ് വലിയ കാര്യമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളുടെ റിയൽ ടെസ്റ്റ് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. +2 ആണ് നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ടെസ്റ്റ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്കോർ ചെയ്യേണ്ടത്. ഇപ്പൊ പലർക്കും പറ്റുന്നതാണ് 10th വലിയ ഗ്രേഡ് കിട്ടിയിട്ട് ആ ഒരു ഉന്മാദ അവസ്ഥയിൽ എന്ത് ചെയ്യും, ഒരു ആനപ്പുറത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ശരിയാണോ? നമ്മളിങ്ങനെ ആസ്വദിക്കും, എല്ലാവരും ഇങ്ങനെ പറയുന്നത് നമ്മളിങ്ങനെ, നമ്മളെ പൂഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ശരിയാണോ? അപ്പൊ അതിലങ്ങ് മതി മറന്ന് പഠിക്കാതിരിക്കും. അങ്ങനെ ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് അബദ്ധം പറ്റുന്നുണ്ട്. അവസാനമാണ് അവർ തിരിച്ചറിയുന്നത് ഇതൊരു മായിക ലോകമാണ്. 10th മാർക്ക് മേടിച്ചപ്പോ പോസ്റ്റർ അടിച്ചു വെച്ച ആൾക്കാരും പത്രത്തിൽ കൊടുത്ത ആൾക്കാരൊന്നും +2 മാർക്ക് കുറയുമ്പോൾ നിങ്ങളുടെ കൂടെ കാണില്ല. അപ്പോൾ നിങ്ങളുടെ കൂടെ കാണുന്നത് നിങ്ങളുടെ പാരന്റ്സ് മാത്രം ആയിരിക്കും. ഓക്കെ, സോ അത് വളരെ കെയർഫുൾ ആയിരിക്കും. നമ്മൾ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട്, വളരെ ദൈവവിശ്വാസത്തോടു കൂടി, ശരിയാണോ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ 1200-ന് 1200 തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ സിലബസിലേക്കൊക്കെ പോവാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല. ആക്ച്വലി ഇതൊരു ഇൻട്രൊഡക്ടറി ചാപ്റ്റർ ആണ്. അതായത് 10th ക്ലാസ്സിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് വരുന്ന നിങ്ങൾക്ക് സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ സയന്റിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്, ഫിസിക്സിലെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ്, ഫിസിക്സിലെ പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകൾ ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരുന്ന ഒരു ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം 1/2 മാർക്കേ കിട്ടുള്ളൂ. മാക്സിമം 1/2 മാർക്കാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അതും സ്ഥിരമായി ചോദിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് മാത്രം പഠിച്ചാൽ മതി, നമുക്ക് 1/2 മാർക്ക് എന്ത് ചെയ്യും, കിട്ടും. ശരിയാണ്. അപ്പൊ അതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ്. ചില സ്ഥലങ്ങളിലൊന്നും, ചില സ്കൂളിലൊന്നും പോകുമ്പോൾ ഈ ചാപ്റ്റർ പഠിപ്പിക്കത്തില്ല. കാര്യം ഈ ചാപ്റ്റർ ഒന്നുമില്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടുമ്പോൾ മനസ്സിലാവും. കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഫിസിക്സിന്റെ ഹിസ്റ്ററി, സയൻസിന്റെ ഹിസ്റ്ററി, ആദ്യത്തെ കണ്ടുപിടുത്തങ്ങൾ, ഓരോ സയന്റിസ്റ്റ്, ന്യൂട്ടൺ, ശരിയാണോ, ഐൻസ്റ്റീൻ, അങ്ങനെ ഓരോരുത്തരുടെയും കണ്ടുപിടുത്തങ്ങൾ, ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാരുടെ ലിസ്റ്റ്, അവരുടെ എന്തിനാണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്,
അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ശരിയാണോ? അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്ന് പറയുന്ന ഒരൊറ്റ ടോപ്പിക്ക് മാത്രമാണ് ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അത് തന്നെയാണ് ചോദിക്കുന്നത്. അത് പല രീതിയിൽ എന്ത് ചെയ്യും ചോദിക്കും. നമ്മുടെ പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങൾ, ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ, 4 ഫോഴ്സുകളുണ്ട്. ആ 4 ഫോഴ്സുകളെ കുറിച്ചാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. 4 ഫോഴ്സുകൾ: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതാണ് ആ 4 ഫോഴ്സുകൾ. നമ്മൾ വിശദമായിട്ട് പഠിക്കും, ഇനി അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. അപ്പൊ ഈ 4 ഫോഴ്സുകളെ കുറിച്ചുള്ള കാര്യം അത് മാത്രമാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്നത്. ശരിയാണ്? അത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഉള്ളത് ഇതിന്റെ വേറെ കുറച്ച് കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് സയൻസ്, എന്താണ് ഫിസിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് തന്നെ തുടങ്ങാം. എന്താണ് സയൻസ്? നമ്മൾ കുറെ നാളായിട്ട് ശാസ്ത്രം പഠിക്കുകയാണ്, ശരിയല്ലേ? എന്താണ് സയൻസ് എന്ന് പറഞ്ഞാൽ? സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ്. ശരിയാണ്? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ്? ടു അണ്ടർസ്റ്റാൻഡ് നേച്ചർ ആൻഡ് നാച്ചുറൽ ഫിനോമിന. ശരിയാണ്? നേച്ചറിനെ കുറിച്ചും നാച്ചുറൽ ഫിനോമിനാസിനെ കുറിച്ചും മനസ്സിലാക്കാനുള്ള ഡെപ്തിൽ ആസ് പോസിബിൾ, എത്രത്തോളം ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റോ അത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം, അറ്റംപ്റ്റ് ആണ് സയൻസ്. ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ്. അതിങ്ങനെ ചിലതൊക്കെ സക്സസ് ആവും, ശരിയാണോ? നമ്മൾ ചില കൺക്ലൂഷനിൽ എത്തും, പിന്നെ അത് മാറും. സയൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. നിരന്തരം അതിന്റെ തിയറീസും ലോസും ഒക്കെ എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. ശരിയാണ്? അൾട്ടിമേറ്റ് ട്രൂത്തിലേക്കുള്ളൊരു ജേണിയാണ്, അല്ലെ? സത്യത്തിലേക്കുള്ളൊരു യാത്രയാണ്. അതിനിടയ്ക്ക് വെച്ച് പല കാര്യങ്ങളും നമ്മൾ സത്യം എന്ന് തെറ്റിദ്ധരിക്കും. പിന്നെ നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ അതല്ല, മറ്റതാണ് സത്യം എന്ന് മനസ്സിലാകും. അത് കുറെ നാളെ വെച്ചിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? അതും മാറും. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സത്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ശരിയാണോ? പണ്ട് സയന്റിസ്റ്റ് പറഞ്ഞു, എന്താ? ഭൂമിയാണ് നമ്മുടെ സെന്റർ, സൗരയൂഥത്തിന്റെ സെന്റർ. ബാക്കിയെല്ലാം സൂര്യന് ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങൾ ഭൂമിക്ക് ചുറ്റാകെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് പിന്നെ തെറ്റാണെന്ന് പറഞ്ഞു. സൂര്യനാണ് സെന്റർ ആണെന്ന് പറഞ്ഞു. ഭൂമി പരന്നതാണ്, ഉരുണ്ടതല്ല, പരന്നതാണെന്ന് കുറെ ആൾക്കാർ പറഞ്ഞു. അത് കുറെ ആൾക്കാർ വിശ്വസിച്ചു. പിന്നെ അതിന് ശേഷം അത് ഉരുണ്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. നമ്മൾ പഠിച്ചു. അതെല്ലാം നമ്മുടെ ഈ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെയാണ്, അറ്റംപ്റ്റിലൂടെയാണ് ഇതെല്ലാം ചെയ്തത്, മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് പറയുന്ന നമ്മൾ പല കാര്യങ്ങളും കുറെ നാളുകൾക്ക് ശേഷം എന്ത് ചെയ്യാം? മാറ്റങ്ങൾ വരാം. ഇതെല്ലാം ഫൈനൽ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യരുത് വിചാരിക്കുക. ഓക്കെ, അപ്പൊ സയൻസ് എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ്. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണ്, ശ്രമമാണ്. എന്തിനുള്ള ശ്രമമാണ്? ടു അണ്ടർസ്റ്റാൻഡ് നേച്ചർ ആൻഡ് നാച്ചുറൽ ഫിനോമിന. പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയിൽ നടക്കുന്ന ചില പ്രതിഭാസങ്ങളെ കുറിച്ചും, അല്ലെ, ഡീപ്പിൽ, വളരെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ സയൻസിൽ എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. ശരിയാണ്? പലരും തമാശക്കൊക്കെ പറയും, സയൻസ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എങ്ങനെയാണ്? സയൻസ് പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയും. എന്താണിത്? എന്താണ് ഈ സാധനം? ക്വസ്റ്റ്യൻ മാർക്ക്, ചോദ്യചിഹ്നം എന്ന് പറഞ്ഞാൽ സയൻസ് പഠിക്കുന്നവരെല്ലാം സമൂഹത്തിനും കുടുംബത്തിനും ഒരു ചോദ്യചിഹ്നമായി നിൽക്കും എന്നാണ്. അങ്ങനെയല്ല. സയൻസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു സയൻസ് വിദ്യാർത്ഥി, ഒരു ശാസ്ത്ര വിദ്യാർത്ഥി എപ്പോഴും ചോദ്യങ്ങളിലൂടെയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കുന്നത്. ചോദ്യങ്ങളില്ലെങ്കിൽ സയൻസ് ഇല്ല. ചോദിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉത്തരങ്ങൾ കണ്ടെത്തുന്നത്, തിയറിയിലേക്ക് എത്തുന്നത്, ലോസിലേക്ക് എത്തുന്നത്, നിയമങ്ങളിലേക്ക് എത്തുന്നത് ചോദ്യങ്ങളിലൂടെയാണ്. ചോദ്യങ്ങളില്ലെങ്കിൽ സയൻസ് ഇല്ല. ചോദ്യങ്ങൾ ചോദിച്ചാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. ഓക്കെ, അതുപോലെ ആർട്സ് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസുകാരെ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. ആർട്സുകാര് പലപ്പോഴും എന്താണ്? ഇപ്പൊ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ പഠിക്കുന്നവരൊക്കെ എന്തിലാണ്? അവരൊക്കെ ചോദ്യങ്ങളല്ല, അവരൊരു ആശ്ചര്യം, എക്സ്ക്ലമേഷൻ. ശരിയാണ്? ഇപ്പോ ഒരു ചെമ്പരത്തി പൂ നമ്മളൊരു സയൻസ് സ്റ്റുഡന്റിലും കൊടുക്കുന്നു, ഒരു ആർട്ട് സ്റ്റുഡന്റിന്റെയും, കൊമേഴ്സ് അല്ലെങ്കിൽ കലയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സാഹിത്യം ഇഷ്ടപ്പെടുന്ന ഒരാളുടെയും കൊടുക്കുന്നു. ശരിയാണ്? ചെമ്പരത്തിപ്പൂ നമ്മളൊരു സയൻസ് സ്റ്റുഡന്റിന്റെ കൊടുത്താൽ ആ സയൻസ് സ്റ്റുഡന്റ് എന്താ ചെയ്യുന്നു? പുള്ളിക്കാരൻ അതിനെ ഇങ്ങനെ എന്ത് ചെയ്യും? ഡൈസെക്ട്, ഇങ്ങനെ വലിച്ചു കീറി അതിൽ ഓരോ ഭാഗങ്ങൾ, പെറ്റല്, ശരിയാണോ,
ഇങ്ങനെ പൂമ്പൊടി എംബ്രിയോ ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് അതിനെന്ത് ചെയ്യും, ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കും. അതേസമയം നമ്മളതൊരു ഒരു കല ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സാഹിത്യം ഇഷ്ടപ്പെടുന്ന ഒരാളുടെയാണ് കൊടുക്കുന്നതെങ്കിൽ, ആർട്സിനോട് താല്പര്യമുള്ള ഒരാളുടെയാണ് കൊടുക്കുന്നതെങ്കിലോ അയാൾ അത് നോക്കി ഒരു കവിത എഴുതും, അല്ലെങ്കിൽ അതിന്റെ പടം വരയ്ക്കും. ശരിയാണ്, അതിനെ പകർത്തി വയ്ക്കും. അപ്പൊ ഇതാണ് ആറ്റിറ്റ്യൂഡിലുള്ള വ്യത്യാസം. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാണ് എന്ത് ചെയ്യുന്നത് പോകും. ശരിയാണ്. ഹിസ്റ്ററിയിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ചോദ്യങ്ങളൊക്കെ ലിമിറ്റഡ് ആണ്. ശരിയല്ലേ? സയൻസിൽ അങ്ങനെയല്ല. എന്ത് പറഞ്ഞാലും അതിൽ ധാരാളം എന്തുണ്ട്, ചോദ്യങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്. ചോദ്യം ചോദിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡിഫൈ ചെയ്യും. ശരിയല്ലേ? സയൻസ്, ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആർട്സ് സബ്ജക്റ്റിൽ നിന്നും അങ്ങനെ ഒരു ഇതില്ല. ചോദ്യങ്ങൾ വളരെ കുറവാണ്. ശരിയാണ്. അതിലെല്ലാം നമ്മൾ കൺക്ലൂഷൻസ് ആണ്. നടന്ന ഹിസ്റ്ററിയൊക്കെ ആണെങ്കിൽ നടന്ന് കഴിഞ്ഞ കാര്യങ്ങളാണ്. അത് നമുക്കിനി മാറ്റാൻ പറ്റില്ല. അങ്ങനെയാണ്. അത് അതുപോലെ പഠിക്കുക എന്നുള്ളത് മാത്രമേ പറ്റൂ. പക്ഷെ ഇതങ്ങനെയല്ല. സയൻസ് അല്ല. ഈ നടന്നു കഴിഞ്ഞ കാര്യങ്ങളല്ല, നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ വേണം ഇനി ചോദ്യങ്ങൾ ചോദിച്ച് അതിനെ മാറ്റി മാറ്റി എടുക്കാൻ, ട്രൂത്തിലേക്ക് എത്തിച്ചേരാനുള്ളത് നമ്മളാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു വ്യത്യാസം ഈ രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഉണ്ട്. ഓക്കെ. ഈ സയൻസിൽ തന്നെ ധാരാളം ബ്രാഞ്ചുകളുണ്ട്. അതിലെ ഒരു ബ്രാഞ്ചാണ് നമ്മുടെ സ്വന്തം ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രം. എന്താണ് ഫിസിക്സ്? ഫിസിക്സിൽ എന്താണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഫിസിക്സിൽ പഠിക്കാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാത്തിലും എന്തുണ്ട്, ഫിസിക്സ് ഉണ്ട്. അപ്പൊ വളരെ ചുരുക്കി പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് നേച്ചർ or fundamental laws of nature and their different manifestations. നമ്മുടെ പ്രകൃതിയിലെ അടിസ്ഥാന നിയമങ്ങളെ കുറിച്ചുള്ള അതിന്റെ ഡിഫറെന്റ് മാനിഫെസ്റ്റേഷൻസ്, ഡിഫറെന്റ് രൂപാന്തരങ്ങളെ കുറിച്ചുള്ള പഠനമാണെന്ത്, ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ്. ചുറ്റുപാടുമുള്ള എല്ലാത്തിനെയും കുറിച്ചുള്ള പഠനം. എല്ലാത്തിലും ഫിസിക്സ് ഉണ്ട്. എല്ലാത്തിലും ഫിസിക്സ് ഉണ്ട്. ഏറ്റവും കുഞ്ഞു കാര്യം മുതൽ ഏറ്റവും വലിയ കാര്യം വരെ, അല്ലെ? ഒരു ന്യൂക്ലിയസ് മുതൽ അല്ലെങ്കിൽ ഒരു ആറ്റം മുതൽ യൂണിവേഴ്സ് വരെ എന്തുണ്ട്, ഫിസിക്സ് ആണ്. അപ്പൊ സ്കോപ്പ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആറ്റം മുതൽ യൂണിവേഴ്സ് വരെ നമ്മുടെ ഫിസിക്സ് എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്ത് കിടക്കും. സോ ഫണ്ടമെന്റൽ ലോസ് ഓഫ് നേച്ചർ ആൻഡ് ദെയർ ഡിഫറെന്റ് മാനിഫെസ്റ്റേഷൻസ്, സ്റ്റഡി ഓഫ് ഫണ്ടമെന്റൽ ലോസ് ആൻഡ് ദെയർ മാനിഫെസ്റ്റേഷൻസ് ഇൻ നേച്ചർ ഈസ് കോൾഡ് ഫിസിക്സ്. അതിന് ധാരാളം എന്തുണ്ട്, ബ്രാഞ്ചുകളുണ്ട്. ശരിയാണോ? മോഷനെ കുറിച്ചുള്ള സ്റ്റഡി, ദാറ്റ് ഈസ് കോൾഡ് മെക്കാനിക്സ്. മെക്കാനിക്സ്, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മോഷൻ. ചലനത്തെ കുറിച്ചുള്ള പഠനമാണ് മെക്കാനിക്സ്. ശരിയാണ്. ലൈറ്റിനെ കുറിച്ചുള്ള പഠനം ഓപ്റ്റിക്സ്. കറണ്ടിനെ കുറിച്ചുള്ള പഠനം ഇലക്ട്രിസിറ്റി. അതുപോലെ മാഗ്നറ്റിസം. ഇങ്ങനെ ഒരുപാട് 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 ബ്രാഞ്ചുകളുണ്ട്. കുറച്ച് ബ്രാഞ്ച് ഞാൻ എഴുതിയുള്ളൂ. ഇതൊന്നുമല്ല, ഒരുപാടുണ്ട്. അറ്റോമിക് ഫിസിക്സ്, ക്വാണ്ടം ഫിസിക്സ്, ധാരാളം. ഓക്കെ. അപ്പൊ ഇതെല്ലാം ഫിസിക്സിന്റെ ബ്രാഞ്ചാണ്. ഫിസിക്സ് സയൻസിന്റെ ബ്രാഞ്ചാണ്. ഫിസിക്സ് തന്നെ വീണ്ടും പലതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്സ്, ഓപ്റ്റിക്സ്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, അങ്ങനെ 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 ധാരാളം. ശരിയാണ്. അപ്പൊ ഇതില് ആദ്യത്തെ ടെക്സ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, 2 ടെക്സ്റ്റുകളിലായിട്ടാണ് നമ്മളുടെ 15 പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ 2 ടെക്സ്റ്റിലെ ആദ്യത്തെ ടെക്സ്റ്റ് പാർട്ട് 1 പ്രധാനം മെക്കാനിക്സ് ആണ്, സ്റ്റഡി ഓഫ് മോഷൻ. ആദ്യത്തെ ടെക്സ്റ്റില് നമ്മൾ പ്രധാനമായും മെക്കാനിക്സ് ആണ് പഠിക്കുന്നത്, സ്റ്റഡി ഓഫ് മോഷനെ കുറിച്ചാണ്. അതിൽ ഒരു പാഠം ഒഴിച്ച് ബാക്കി എല്ലാ ചാപ്റ്ററുകളും, ഫിസിക്കൽ വേൾഡ് ഫസ്റ്റ് ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അത് സയൻസ് പഠിക്കുന്ന ഏതൊരു സ്റ്റുഡന്റിനും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ചാപ്റ്ററാണ്. ഇതേ പാഠം നമ്മൾ കെമിസ്ട്രിയിലും പഠിക്കും. ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠമാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. ഡിഫറെന്റ് ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകളെ കുറിച്ചും അതെങ്ങനെ മെഷർ ചെയ്യാവുന്നതിനെ കുറിച്ചും മെഷർ ചെയ്യുമ്പോൾ വരുന്ന എററുകളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുന്നത്. അതൊരു ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന എല്ലാ ചാപ്റ്ററുകളും ആക്ച്വലി മെക്കാനിക്സ് ആണ്. മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ,
റൊട്ടേഷണൽ മോഷൻ ഒക്കെ, ഇതിലെല്ലാം മോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടെക്സ്റ്റ് പൂർണ്ണമായും നമുക്ക് മെക്കാനിക്സ് എന്ന് പറയും. നമ്മൾ മോഷനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. വ്യത്യസ്ത തരം മോഷനുകളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ശരിയാണോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പോ സയൻസ്, ഫിസിക്സ് എന്നീ കാര്യങ്ങൾക്ക് കൃത്യമായ ഡെഫിനിഷൻസ് നമുക്ക് ഓർമ്മ വേണം. കാര്യം നമ്മൾ സയൻസും ഫിസിക്സും ഒക്കെ പഠിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അപ്പൊ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ അറിയണം എന്താണ് സയൻസ് എന്ന് ചോദിച്ചാൽ, എന്താണ് ഫിസിക്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ ഒരു മറുപടി വേണം. ഓക്കെ, ഇനി സയൻസ് പഠിക്കുന്ന അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടേം ആണ് റിഡക്ഷനിസം. ടേം കേട്ടിട്ട് പേടിക്കണ്ട, ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. റിഡക്ഷനിസം സയൻസിൽ വരുന്ന ഒരു ടേം ആണ് റിഡക്ഷനിസം. എന്താണ് റിഡക്ഷനിസം? എന്താണ് റെഡ്യൂസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്? റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ചുരുക്കുക, കുറയ്ക്കുക എന്നാണ്. റിഡക്ഷനിസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, സപ്പോസ് നമുക്ക് വളരെ വലിയൊരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കും. വളരെ വലിയൊരു സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ യൂണിവേഴ്സ് എടുക്കാം. നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് വളരെ വലിയൊരു സിസ്റ്റമാണ്. ശരിയാണ്. ഈ വളരെ വലിയൊരു സിസ്റ്റത്തെ അതുപോലെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്, വളരെ സങ്കീർണമാണ്. സിസ്റ്റത്തെ അതുപോലെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള കാര്യമാണ്. വലിയ സിസ്റ്റം ആണെങ്കിൽ അതിനെ ഒരുമിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളില് നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഒരു വലിയ സിസ്റ്റത്തെ, ആ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്ന അതിന്റെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ്, കമ്പോണൻസ്, അടിസ്ഥാന ഘടകങ്ങൾ ഉപയോഗിച്ച് പഠിക്കും. ശരിയാണ്. ഉദാഹരണത്തിന് യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഗാലക്സിയെ കുറിച്ച് പഠിക്കുമ്പോൾ ആ ഗാലക്സിയുടെ അകത്ത് ധാരാളം പ്ലാനറ്റുകളുണ്ട്. ഈ പ്ലാനറ്റുകൾ, അതിനകത്ത് ഒരുപാട് സംഗതികളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആ ഗാലക്സി ഉണ്ടാക്കിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസിനെ കുറിച്ച്, അതിന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ ആ സ്വഭാവം സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നു, കൊടുക്കും. ശരിയാണ്. ഇപ്പോ ഒരു മോളിക്യൂളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ആ മോളിക്യൂൾ ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റം ആണല്ലോ അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ്. ഇനി ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാകും. അപ്പൊ നമ്മളൊരു ആറ്റത്തിന്റെ ബിഹേവിയർ മൊത്തം പറയുന്നതിന് പകരം ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ഒക്കെ ബിഹേവിയർ എന്ത് ചെയ്യുന്നു, പഠിക്കും. ശരിയാണ്. അങ്ങനെ ഒരു വലിയ സിസ്റ്റത്തെ അതിന്റെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ചുരുക്കി കൊണ്ടുവരുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റിഡക്ഷനിസം എന്ന് വിളിക്കുക. ഇപ്പൊ ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് റിഡക്ഷനിസം. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യവും റിഡക്ഷനിസമാണ്. ശരിയാണ്. നമ്മൾ ഒരാളുടെ ബിഹേവിയർ പഠിച്ചിട്ട് അത് ഒരാൾക്കൂട്ടത്തിന്റെ ബിഹേവിയർ ആക്കി എന്ത് ചെയ്യുന്നു, മാറ്റും. ശരിയാണ്. അതാണ് റിഡക്ഷനിസം. അപ്പൊ മൊത്തം ഒരു ആൾക്കൂട്ടത്തിന്റെ സ്വഭാവം പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ആ ആൾക്കൂട്ടം ഉണ്ടാക്കിയിരിക്കുന്ന ഓരോരുത്തരുടെയും സ്വഭാവം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റഡി ചെയ്യും. എന്നിട്ട് അത് ആൾക്കൂട്ടത്തിന്റെ സ്വഭാവമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ രൂപപ്പെടുത്തി എടുക്കും. സോ ഫിസിക്സിൽ ഈ റിഡക്ഷനിസം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം നമ്മൾ ഡീൽ ചെയ്യുന്ന സിസ്റ്റങ്ങൾ പലപ്പോഴും വളരെ കോംപ്ലക്സ് ആണ്, വളരെ സങ്കീർണമാണ്. അപ്പോൾ വളരെ സങ്കീർണമായ സിസ്റ്റങ്ങളെ, വളരെ വലിയ സിസ്റ്റങ്ങളെ ആ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ഘടകങ്ങളുടെ സ്വഭാവം ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷനിസം. പലപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണെന്ത്, റിഡക്ഷനിസം എന്ന് പറയും. ഓക്കെ, അപ്പൊ റിഡക്ഷനിസം എന്ന് പറയുന്ന വേർഡ് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഫണ്ടമെന്റൽ ഫോഴ്സുകളെ കുറിച്ചാണ് നമുക്ക് ഇനി നോക്കേണ്ടത് ഈ ചാപ്റ്ററിൽ. ഈ ഫണ്ടമെന്റൽ ഫോഴ്സുകളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഏതാണ്? ഈ ഫണ്ടമെന്റൽ ഫോഴ്സുകൾ. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഫണ്ടമെന്റൽ ഫോഴ്സുകളുടെ പേരൊന്ന് പറഞ്ഞു വെക്കാം. ശരിയാണ്. ഈ ഫണ്ടമെന്റൽ ഫോഴ്സുകൾ ഓരോന്നും എവിടെ അനുഭവപ്പെടുന്നു,
അതിന്റെയൊക്കെ വാല്യൂ എങ്ങനെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ജസ്റ്റ് പേരുകളൊന്നും ഞാൻ ജസ്റ്റ് പറയാം. 4 ഫോഴ്സുകൾ ഞാൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു, ഇപ്പൊ ഒന്നുകൂടെ പറയാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, electromagnetic force, and finally strong nuclear force. Strength കൂടി വരുന്ന ഓർഡറിൽ, in the increasing order of strength, fundamental forces are classified as gravitational force. ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞ ഫോഴ്സ് ആണ്, വീക്കസ്റ്റ് ഫോഴ്സ് നോൺ ഇൻ നേച്ചർ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ദെൻ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ആൻഡ് ദി സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് നോൺ ഇൻ നേച്ചർ ഈസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സോ ദിസ് ഇസ് ദി വീക്കസ്റ്റ് ഫോഴ്സ് ആൻഡ് ദിസ് ഇസ് ദി സ്ട്രോങ്സ്റ്റ് ഫോഴ്സ്. ഓക്കെ, സോ എക്സാമിന് അങ്ങനെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് ദി വീക്കസ്റ്റ് fundamental force in nature, that is gravitational force. Which is the strongest interacting force known in nature, that is strong nuclear force. അപ്പൊ ഈ ഓരോ ഫോഴ്സും എവിടെയൊക്കെയാണ് അനുഭവപ്പെടുന്നത്, ഈ ഫോഴ്സുകളുടെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഏത് രണ്ട് മാസുകൾക്കിടയിലും അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. F is equal to G(m1m2) divided by r², ന്യൂട്ടൺസ് ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ 4 ഫോഴ്സിൽ ഓരോ ഫോഴ്സിനെ കുറിച്ചും വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്, അറിയേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പൊ ഈ 4 ഫോഴ്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിരുന്നു? നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, ക്ലിയർ ആണെങ്കിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോഫോൺ ഓൺ ആക്കുക, ഓഫ് ആക്കി വെച്ചിരിക്കുന്ന മൈക്രോഫോൺ ഓൺ ആക്കുക, എന്നിട്ട് റെസ്പോണ്ട് ചെയ്യുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ